ശ്രീമഹാദേവനും ശ്രീപാർവതിയും കൂടി പള്ളിക്കെട്ടിന്റെ മുകളിൽ നിന്ന് എന്റെ ശരം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അന്നേരം ശ്രീപാർവതി എന്നെല്ലാം പറഞ്ഞു ചെയ്യുന്നു, അയ്യോ ഭഗവാനെ, നിങ്ങൾ പൂപ്പറിക്കുന്ന ചേച്ചക്കന്മാരാകുന്നു. എനിക്ക് പൂപ്പറിക്കുന്ന ചേച്ചക്കനെ നീ കണ്ടാൽ പേടിച്ചോടും ഭയപ്പെട്ടോളും എന്ന് ശ്രീമഹാദേവൻ അറിയിച്ചെന്നോ സമയത്തിങ്കിൽ അന്നേരം ശ്രീപാർവതി അറിയിച്ചെന്നു, അയ്യോ ഭഗവാനെ, നിങ്ങൾ പൂപ്പറിക്കുന്ന ചേച്ചക്കന്മാരെ കണ്ടേ കഴിയുമെന്ന്. അന്നേരം ശ്രീമഹാദേവൻ 12 വൃത്തിയ സുഖകാലന്മാരോട് വരുവിനോടോ നിങ്ങളുടെ കെട്ടുകൊടുത്തത് വാങ്ങു പറയുന്നു. ഒരു സമയത്തെങ്കിൽ അന്നേരം 12 വൃത്തിയ സുഖകാലന്മാർ ബ്രഹ്മനോട് ഒപ്പിരുന്നു, വിഷ്ണുവോട് കടത്തിരുന്നു. ആകാശത്തോളം നീളവും ഭൂമിയോളം തിരക്കാൽ പരിപാടിയുമായി തെക്കേ അഗ്നികോണികൾ നിരന്നത് കാണാവുന്നു. അന്നേരം വരച്ചു ശ്രീമഹാദേവൻ, നോക്കടോ ശ്രീപാർവതി, ഒരു കണ്ണ് കൊണ്ട് നോക്കുന്ന ഒരു സമയത്തെങ്കിൽ പറഞ്ഞു തീറ്റില്ലല്ലോ ശ്രീപാർവതി എല്ലാം 2 കണ്ണും തുറന്നുകൊണ്ട് നോക്കുന്ന ഒരു സമയത്തെങ്കിൽ പേടിച്ച് ഭയപ്പെട്ട് പള്ളിക്കെട്ടിനെ മുകളിലെല്ലാം ഉരുണ്ട് കെട്ടി താഴെ വീണു. അന്നേരം 12 സുൽത്താനന്മാർ തന്നെ വയ്യോട്ട് ചാടി എടിക്കാണ്ടോ തെക്കെ ചുളയെ കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു സമയത്തെങ്കിൽ അന്നേരം ശ്രീമഹാദേവൻ ദർശനം ചോദിച്ചു. എല്ലാം വെച്ചാൽ ഇരുചക്രം എടുത്തു കൊടുത്തു. അതിൽ 11 ചിരസെറ്റ് ഒരു ഓട്ടക്കലമ്പൊക്കെ അവിടെ മൃഗണ്ടായിത്തീർന്നു. ബ്രഹ്മലോകത്ത് മാനിച്ചാണത് അവിടെ മൃഗണ്ടായിത്തീർന്നു. വിഷ്ണുലോകത്ത് മാനിച്ചാണത് അവിടെ മൃഗണ്ടായിത്തീർന്നു. മഹേശ്വരലോകത്ത് മാനിച്ചാണാവുന്നു അവിടെ മൃഗണ്ടായിത്തീർന്നു. അന്നേരം തന്നെ ചെറുപ്പനെയും കോട്ടച്ചന്റെ അപ്പുകൊണ്ട പാതാളത്തിൽ പാനൊലിച്ച് കാണാവുന്നു. അന്നേരം ചിരിക്കുന്നാലും ചെരുപ്പില്ല, മരിക്കുന്നാലും മരിപ്പില്ല. പച്ചൊന്നായിട്ടും പച്ചത്തവളായിട്ടും കുഴമ്പലായിരിക്കും മണ്ണ് പിടിച്ചത് കാണാവുന്നു. അന്നേരം വിളിച്ചു ശ്രീമഹാദേവൻ ആരുതിനെ കാതിൽ പ്രതിഷ്ഠാക്കുന്നു. ജോലികളങ്ങനെ ചക്രത്തിൽ അങ്ങോട്ടാണ് അതിന് വണ്ണാൻ കഴിയുന്നത്. മാറ്റി വെച്ച ദോഷം കൊണ്ട് ഇടയ കയറുന്നത്, കവിടി ദോഷം കൊണ്ട് മുന്നൂറ്റം കഴിയാനുള്ള മുന്നൂറ് ദോഷം കൊണ്ട് പറയാൻ കഴിയുന്നത്, ശവദ ദോഷം കൊണ്ട് പിന്നെ അത് തന്നെ ഈ കാതിലെ പ്രതിഷ്ഠാക്കുന്നു. അന്നേരം ഏഴാണ്ട് ബുക്കുമൽ തിരക്കം വന്നു. 7 14 ദിവസം തെക്കേച്ചോട് പച്ചോച്ചിൽ വരങ്ങടും. എന്നിട്ടും കാലത്തിന്റെ പ്രത്യക്ഷമായി കണ്ടില്ല. ആന അറുത്തു ബലി കൊടുത്തു, എന്നിട്ടും കാലത്തിന്റെ പ്രത്യക്ഷമായി കണ്ടില്ല. ആടർത്തു ബലി കൊടുത്തു, എന്നിട്ടും കാലത്തിന്റെ പ്രത്യക്ഷമായി കണ്ടില്ല. കോഴി അറുത്തു ബലി കൊടുത്തു, എന്നിട്ടും കാലത്തിന്റെ പ്രത്യക്ഷമായി കണ്ടില്ല. ആളർത്തു ബലി കൊടുത്തു, എന്നിട്ടും കാലത്തിന്റെ പ്രത്യക്ഷമായി കണ്ടില്ല. അന്നേരം തന്നോട് അണിവിരൽ വെട്ടി ആ ചോരെടുത്തു, ചോരൻ വയ്ക്കാൻ ചോപ്പെടുത്തു. പാവത്രി എന്ന് വിളിക്കുന്ന സമയത്തെങ്കിൽ തന്നെ ഇറക്കുന്നുണ്ടോ ഇനി ഇറക്കാതിരിക്കുന്നത് പേടിച്ചു ഭയപ്പെട്ട് കുപ്പം തീർക്കതിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കണ്ടു. അന്നേരം ശ്രീമഹാദേവൻ 1000 ജനപ്പാലും 1100 പാലും പരമ തന്തകനാക്കി വെച്ചു. കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കണ്ടാൽ പെണ്ണുങ്ങളെയും പേടിയും ഭയപ്പാട് ആളുകൾക്കെല്ലാം കാലിൽ നടത്താൻ മെച്ചം പറ്റാം. തറവാട് ജ്യേഷ്ഠവും ദീപോതി വിളയാടി നെല്ലും പൊന്നും വർദ്ധിച്ച് എല്ലാം കൂടെ നിർത്തി കൊടുക്കുക. കൊണ്ട് 3 വർഷം നടക്കാൻ പിന്നെ